ഹലോ. സോ വെൽക്കം ബാക്ക് ടു മൈ പാർട്ട് 2 ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് തനിക്കുട്ടിയെ നമ്മളത് ഇവിടുന്ന് വിളിച്ചിട്ട് ഡേ കെയറിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതൊക്കെ കേട്ടോ ഞങ്ങൾക്ക് മേടിച്ച ക്ലിപ്സൊക്കെ. എന്നിട്ട് പിന്നെ ഞാൻ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ട്. ബുക്ക് ഇതൊക്കെ പിക്ചറൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ച കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്കൊരു ഓർഡറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃച്ചിയിലേക്കുള്ള ഒരു ഓർഡറാണ്. അപ്പോൾ ഒരു ഇൻവിസിബിൾ ചെയിനായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ബില്ലൊക്കെ എഴുതി എടുക്കുകയാണ്. ബില്ല് എനിക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് പോകാനായിട്ട് കാർ ഉണ്ടായിരുന്നില്ല, കാർ അവൈലബിൾ ആയിരുന്നില്ല, കാരണം ശ്രീ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അല്ലാണ്ട് റിട്ടേൺ ആയിട്ടാണ് ബില്ല് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഡബിൾ റാപ്പൊക്കെ ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ഞാൻ എല്ലാം പാക്കൊക്കെ ചെയ്ത് സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട്. വൈകിട്ട് വന്നിട്ട് നമ്മുടെ കൊറിയർ വന്ന് കളക്ട് ചെയ്തിട്ട് പോകും കേട്ടോ. അങ്ങനെയാണ് എല്ലാ ദിവസവും വൈകിട്ടാണ് നമ്മുടെ കൊറിയർ വന്ന് എടുത്തിട്ട് പോകാറുള്ളത്. എന്നോട് ചോദിക്കാറുണ്ട് ബാംഗിൾസ് കൂടുതൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ബാംഗിൾസ് ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ലോട്ടസിൻ്റെ ഒരു ബാംഗിൾ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ സാധനം വരും. പക്ഷെ നമുക്ക് കൂടുതൽ വെറൈറ്റി ബാംഗിൾസ് വേണമല്ലോ. അപ്പം അതിനായിട്ട് ഞാൻ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഗുരുഗ്രാമിൽ നിന്ന് പൂനെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനിലിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ പൂനെ പോയിട്ട് ഞാൻ അവിടെ പോയി ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ ബാംഗിൾസൊക്കെ. അതിനായിട്ട് ഞാനൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആൻറ്റി ടെററിസ്റ്റ് ആയിട്ടുള്ള ഡെയിലി വെയർ, ഓഫീസ് വെയർ കളക്ഷൻസ് ഇപ്പം വരുന്നുണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ. എല്ലാം ആൻറ്റി ടെർണിഷാണ്, അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആണ്. കിഡ്സിനുള്ള കടയും പിന്നെ അല്ലാണ്ട് കിഡ്സിന് വെയർ ചെയ്യാൻ പറ്റുന്ന ചെയിനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തനിക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ ബാക്ക് ടു പ്ലേസ് വെക്കുകയാണ്. അതിനിടയ്ക്ക് ഞാനൊരു പഴം കൊടുക്കുന്നുണ്ട്. അവൾ തന്നെയാണ് പഴം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന കേട്ടോ. അവൾക്ക് ഈ ഒരു റേച്ചലിൻ്റെ പരിപാടിയുണ്ട്, അതിലേക്ക് ഒരു ബനാനയുടെ ഒരു പാട്ടുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ പഴം ഞാൻ എടുക്കുമ്പോൾ തന്നെ അവൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുലുങ്ങാൻ തുടങ്ങും കേട്ടോ. അവൾക്കറിയാം ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പാത്രം ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചുള്ളൂ ശ്രീ ഇപ്പോൾ മിക്കവാറും വരും എന്ന്. അന്നേരം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നു. പിന്നെ കുറച്ചു നേരം ശ്രീ ആയിട്ട് ഇരുന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് വാചകം അടിച്ച് സെറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൾക്ക് ഞാൻ പിന്നെ ഒരു എണീറ്റ് ഒരു നമ്മൾ കിഡ്സ് ഏരിയ പോകാറുള്ളത് 6 മണിക്കാണ് പോകാറുള്ളത്, അല്ലെങ്കിൽ 7 മണി, 6-7 അതിനിടയ്ക്കാണ്. അപ്പോൾ അതിൽ ഒരു അരമണിക്കൂർ ഞാൻ അവൾക്ക് ടി വി ഇട്ട് കൊടുക്കും. ആ അരമണിക്കൂർ മാത്രം അവൾ ടി വി കാണുള്ളൂ. പിന്നെ കൂടുതൽ ടി വി കാണുന്നത് ഞായറാഴ്ച ദിവസമാണ്, അതായത് ഡേ കെയർ പോവാണ്ടിരിക്കുന്ന ദിവസമാണ് അവൾ കുറച്ചധികം ടി വി കാണുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ ടി വി കാണുമ്പോഴത്തേന് ഞാൻ പോയി കുളിച്ച് റെഡിയായി ഒന്നും കൂടെ മേലൊക്കെ കഴുകി ഒന്ന് സെറ്റായി റെഡി ആയിട്ടാണ് നമ്മൾ പോവാറുള്ളത് കേട്ടോ. അതെ കണ്ടോ, നമ്മളിങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനെ അവളിപ്പോൾ ഇങ്ങനെ നോക്കും കേട്ടോ നമ്മൾ എന്താ ചെയ്യുന്നത്. പക്ഷെ അവൾക്ക് അത് ഇങ്ങനെ വേറെ പ്രശ്നമൊന്നും ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല, ഒരു പൊസസീവ്നെസ് ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. പാവമാണ് നമ്മുടെ തനിക്കുട്ടി ശരിക്കും. എനിക്കറിയില്ല, ഞാൻ കിഡ്സ് ഏരിയ പോകുമ്പോൾ ബാക്കി കുട്ടികളൊക്കെ കാണുമ്പോൾ തനിക്കുട്ടി അത് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി പാവമായിട്ടൊക്കെ തോന്നും കേട്ടോ. തനിക്കുട്ടിക്ക് അവിടെ പോകുമ്പോൾ 2 അടിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. നല്ല രസമാണ്. എന്നിട്ട് മുങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെയാണ് നമ്മുടെ തനിക്കുട്ടി. അങ്ങനെ അതെ ചുറ്റുമായിട്ട് കുറച്ച് നേരം കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും അവളുമായിട്ട് കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇങ്ങനത്തെ സ്റ്റാക്കിങ് പരിപാടിയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അങ്ങനെ കുറച്ച് കളിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു അരമണിക്കൂർ ടി വി കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ ടി വി കാണിക്കുന്ന രീതിയിൽ വച്ചിട്ടാണ് എൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോണത്. അതിനിടയ്ക്ക് അവൾക്ക് സ്നാക്കും ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് രാത്രിത്തേക്ക് ഞാൻ ചപ്പാത്തിയും ചിക്കനും കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ തനിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്ലെയിൻ ചപ്പാത്തി കേട്ടോ, നെയ്യിൽ നല്ലപോലെ ഉണ്ടാക്കിയ ഒരു റൊട്ടി ഉണ്ടാക്കിയായിട്ട്. എന്നിട്ട് അതേ നമ്മൾ ഇപ്പം ചെരുപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് അന്നത്തെ ഒരു എറി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല ചെരുപ്പെടുത്ത് ഒറ്റ ഒരു എയറാണോ, പക്ഷെ ഇന്ന് അങ്ങനെ ഇല്ല, കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് തരും. എന്നിട്ട് ഒരു ഹൈഫൈ നിന്നിട്ട് നമ്മൾ പോവുക കേട്ടോ. ഷിറ്റ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല നല്ല കാലാവസ്ഥയാണ്, നല്ല മഴയുണ്ട്. അയ്യോ, പോകാനായിട്ടൊക്കെ ഇഷ്ടമാണ്. നമ്മുടെ പാർക്ക് ഏരിയയിൽ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വൈകിട്ടാകുമ്പോഴത്തേനും അവൾക്ക് ആ ഒരു ടൈം ആകുമ്പോൾ അറിയാം കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്ന ഇൻഡോറിലേക്കാട്ടോ. ഇടയ്ക്ക് കാരണം ഔട്ട്ഡോറിൽ ഭയങ്കര ചൂടാണ്.
അത് മഴയുണ്ട്, അപ്പോൾ അവിടെ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ശരിയാവില്ല. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ കളിയൊക്കെ ആവും. വെള്ളത്തിൽ കളിയാവുന്ന കുഴപ്പമില്ല, പക്ഷെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇൻഡോറിലേക്ക് നമ്മൾ വന്നേക്കാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല ഒച്ചയാണ് കേട്ടോ, നിങ്ങൾക്കിപ്പോൾ കേൾക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ തനുക്കുട്ടിയുടെ ഫ്രണ്ട് അമ്മായ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ വിട്ടുപോയി കേട്ടോ. ഈ വീഡിയോ ഒക്കെ തലേന്ന് എടുത്ത വീഡിയോ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ബാക്കി വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ വിട്ടുപോയി. തനുക്കുട്ടി ഇപ്പം അമ്മായിക്ക് സ്നാക്സ് ഉണ്ടായിരുന്നതിന് തനുക്കുട്ടി അവിടെ നിന്നും കഴിക്കും കേട്ടോ. അമ്മായ കഴിക്കത്തില്ല, അമ്മായിയുടെ ഫുഡ് കഴിക്കൂല. തനുക്കുട്ടിയാണ് കൂടുതലും കഴിക്കാറുള്ളത്. അങ്ങനെ കേട്ടോ, അമ്മായനും തനുക്കുട്ടിയും ഭയങ്കര കൂട്ടാണ്. തനുക്കുട്ടി എനിക്കൊന്ന് ഇവിടുന്ന് പോകുമ്പോൾ തനുക്കുട്ടി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഡേ കെയറും അമ്മായനായിരിക്കും. കാരണം വൈകിട്ട് അമ്മായനെ കാണാൻ പോകാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കളിക്കാനൊക്കെ പോകാനായിട്ട്. എനിക്കൊന്ന് അവിടെ കൂടുതൽ മിസ് ചെയ്യാൻ പോകണം അതായിരിക്കും കേട്ടോ. അങ്ങനെ അതേ കളിയൊക്കെ കഴിഞ്ഞ് വന്നതേ തനുക്കുട്ടിയുടെ സ്ഥിരമുള്ള പരിപാടിയാണ്, ബുക്കൊക്കെ എടുത്ത് വന്നതേ അതൊക്കെ വായിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉറങ്ങാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് വേറെ ദിവസം വേറെ വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.